ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? അയില. ഇന്ന് ഈ അയില കൊണ്ട് മുളകിട്ട് വറ്റിച്ചെടുക്കുന്നത്, അത് എൻ്റെ രീതിയിൽ. അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ അയില വറ്റിച്ചത്. അപ്പോൾ അയില വറ്റിക്കുന്നതിന് ആദ്യമായിട്ട് പുളിയാണ് വേണ്ടത്. ഇത് നമ്മുടെ തോട്ടുപുളി എന്ന് പറയും, അതായത് കുടംപുളി. ഈ പുളി ഞാനിപ്പോൾ വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കുവാണ്. ഇത് ഉപ്പിട്ടൊന്ന് തിളപ്പിക്കണം. ഞാൻ ഉപ്പുപരലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏതാ ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപ്പ് അനുസരിച്ച് ഇത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 7-8 ചെറിയ ഉള്ളിയും ഒരു 1.5 തക്കാളി. വലുതാണെങ്കിൽ ഒരു 1.5 തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 2 തക്കാളി. ഇത് നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിക്കായും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. തക്കാളി ഉള്ളിയും നല്ല തണുത്ത് ഇനി നമുക്കിത് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു ശകല ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇത് നല്ല ഒന്നിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോവരുത്. ഇനി നമുക്ക് നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് വറക്കണം. ഇനി നമുക്ക് ഈ കടുക് ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇനി ഇതെല്ലാം പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യണം. നമ്മുടെ പുളിവെള്ളവും പുളിയും ഉപ്പും കൂടെ ഉള്ള മിശ്രിതം ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് എൻ്റെ അമ്മ ചുമ വരും. ഇനി നമുക്ക് തക്കാളി ഉള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ തീ കൂട്ടി വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ അയില ഓരോന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അയിലയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ഒരു 10 മിനിറ്റ് വെന്താൽ മതി. നല്ല കുറുകുറാന്ന്, നല്ല എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അയില വറ്റിച്ചതിന് നല്ല പുളിയൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് വെന്തിട്ട് നമുക്ക് നോക്കാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നു നോക്കണം. എന്നിട്ട് തവിയിട്ടൊന്നും ഇളക്കരുത്, നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമ്മുടെ അയില വറ്റിച്ചത് റെഡിയായി. ഇനി നമുക്കൊരു ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മണം. ഈ കറി
നാളെ രാവിലെ എടുത്ത് ഒന്നും കൂടെ വറ്റിച്ച് ഉപയോഗിക്കണം. കപ്പയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. ഇപ്പം പക്ഷെ കപ്പയില്ല, അതുകൊണ്ട് ഞാൻ ചോറുണ്ണാൻ പോവാണ്. ഞാൻ തീ ഓഫ് ചെയ്തില്ല. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇല വറ്റിച്ചത് കണ്ടാ നല്ല ടേസ്റ്റാ, സൂപ്പർ. കണ്ട, ചോറും ഈ ഒരു കറിയും മാത്രം മതി, സൂപ്പർ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.